ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡ് വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ്, പക്ഷേ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. ഞാൻ കഴിഞ്ഞ സാറ്റർഡേ ആണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ദുബായ് ലൈബ്രറിയിലോട്ടാണ് പോയത്. എനിക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയാൽ ഇറങ്ങാനേ പാടാണ്. അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നോക്കി നിന്ന് വന്ന കാര്യത്തിന് നമ്മൾ മറന്നു പോകും. അതായത് വന്ന സാധനം മേടിക്കാൻ വേണ്ടി മറന്നു പോകും. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം കുറച്ച് പെന്ന്, അതേപോലെ ചാർട്ട് പേപ്പർ അതൊക്കെയായിരുന്നു മേടിക്കാനുണ്ടായത്. പക്ഷേ ഞാൻ അവിടെ പോയി ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പെന്ന് അവിടെ കണ്ടില്ല. അപ്പോൾ പിന്നെ കുറേ സമയം എനിക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു അവിടെ എഴുതാനുള്ള പേപ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരു പെന്ന്, നല്ല സ്യൂട്ടായിട്ടുള്ള ഒരു പെന്ന് നോക്കി അങ്ങനെ കുറേ സമയം പോയി. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള പെന്നുണ്ട്. അതിനൊക്കെ 5 dirhams 7 dirhams ഒക്കെയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒന്നെടുത്തു. അത് ലാസ്റ്റ് പിന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തപ്പി കുറച്ച് പെന്ന് കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്യൂട്ടായിട്ടുള്ള കുറച്ച് പെന്ന് നോക്കി നിന്നു. അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പെന്നെടുത്തു. ആ കാണുന്നതൊക്കെ മൊത്തം ജെൽ പെന്നാണ്. ആ ഒരു പുറത്ത് കാണുന്ന ക്യൂട്ടേ ഉള്ളൂ. ഞാൻ പേഴ്സണലി ജെൽ പെന്ന് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാനും ഒന്നെടുത്തു. ഈ ഒരു ഷോപ്പ് വലിയ ഷോപ്പാണ്, അതുകൊണ്ട് നടന്നാലും തീരില്ല. നല്ല എല്ലാ സ്റ്റേഷനറീസും ഉണ്ട്. റേറ്റ് കൂടുതലുള്ളതായാലും ഉണ്ട്, റേറ്റ് കുറഞ്ഞതായാലും ഉണ്ട്. ഇപ്പം ഞാൻ കയ്യിലെടുത്ത ഈ ഒരു സാധനം നമ്മളെ ജേണലൊക്കെ ചെയ്യുന്ന അതിൻ്റെ ഒരു കിറ്റാണ്. അതിലൊരു ഡയറി, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്, അങ്ങനെയുള്ള ഐറ്റംസാണ് വരുന്നത്. അപ്പോൾ പിന്നെ അതേപോലെ അതിൻ്റെ വേറൊരു മൂൺ തീമിൽ ലൈക്ക് ക്യൂട്ടായിട്ടുള്ള വേറൊന്നുണ്ട്. പിന്നെ ഒരു 3 സ്റ്റാർസ് അതൊക്കെ വരുന്ന ഒരു തീമിലും കൂടി ഉണ്ട്. പിന്നെ ഞാൻ ചാർട്ട് എനിക്കൊരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ചാർട്ട് വേണമായിരുന്നു. അപ്പോൾ അത് നോക്കി. അതൊക്കെ പിന്നെ ലാസ്റ്റാണ് എടുത്തത്. അതൊക്കെ മൊത്തം ആ ഷോപ്പ് ചുറ്റി കറങ്ങി ലാസ്റ്റാണ് ചാർട്ടൊക്കെ എടുത്തത്. അപ്പോൾ ഈ ഒരു ക്ലിപ്സൊക്കെ അമ്മ എടുത്തതാണ്. അപ്പോൾ ഈ കാണുന്ന സെക്ഷൻ മൊത്തം സ്റ്റിക്കേഴ്സിൻ്റെ സെക്ഷനാണ്. എല്ലാ തരത്തിലുള്ള സ്റ്റിക്കേഴ്സും ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളതും ഉണ്ട്, നല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. പിന്നെ ഈ ഒരു സൈഡ് മൊത്തം ബാഗാണ്. നല്ല അടിപൊളി ബാഗ്സ് ഉണ്ട്. നമ്മൾ കുഞ്ഞ് ബാഗ്സും ഉണ്ട്, അതേപോലെ തന്നെ സ്കൂൾ ബാഗ്സും അതൊക്കെ ഉണ്ട്. കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ബാഗ്സ് ഉണ്ട് അവിടെ. അതൊക്കെ നോക്കി. ഇപ്പോൾ എന്തായാലും എനിക്കതൊന്നും ആവശ്യമില്ല. നെക്സ്റ്റ് ഇയർ വേണ്ടിക്കിൽ ആണ് മേടിക്കേണ്ടത്.
അങ്ങനെ ഞാൻ എനിക്കാവശ്യമുള്ള ഫോം ഷീറ്റും സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ ഫോം ഷീറ്റൊക്കെ തപ്പി കുറേ അന്വേഷിച്ച് അങ്ങനെ എനിക്ക് ലാസ്റ്റ് ഞാൻ മനസ്സിൽ വിചാരിച്ച സംഭവം തന്നെ കിട്ടി. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഞാൻ കാണിക്കുന്നതിന് സ്കള്ളെന്ന് തന്നെയാണെന്ന് തോന്നുന്നു പറയാം, എനിക്കറിയില്ല. ആ ഒരു ഫേസിൻ്റെ ഭാഗം. അപ്പോൾ അതേപോലെ മോൾഡ് ചെയ്ത് വെച്ച സാധനമുണ്ട്. പിന്നെ പല്ലുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു 3 ലൈറ്റ് ബാറ്ററി ഇട്ട് ലൈറ്റ് കത്തുന്ന ഒരു സംഭവമാണ്. അത് കാണാൻ അടിപൊളിയാണ്. ഞാൻ കുറേ തപ്പി നടന്ന സാധനമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നല്ല റേറ്റാണ്. നാട്ടിൽ പോകുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ആ പല്ലൊക്കെ എടുത്ത് നോക്കി. ഞാൻ ഈ ഫേസിൻ്റെ പറഞ്ഞത് ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. പിന്നെ ഇതാ ഈ കളറിലുള്ളതും എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ ഇയറിൻ്റെ ഒരു സൈഡ്, നമ്മളെ ബോഡി പാർട്സ് മൊത്തം, പിന്നെ ഇതാ ഈ കാണുന്ന സംഭവങ്ങൾ നമ്മളെ അസ്ഥികൂടം. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ എനിക്ക് വീണ്ടും ഞാൻ കണ്ട സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോകണം. ശരിക്കും ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, പക്ഷേ എന്നാലും കാണുമ്പോൾ നോക്കിയാൽ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ ഈ ഒരു ബോക്സിൽ നമ്മൾ വുഡിൽ ചെയ്ത് വെച്ച എല്ലാ ലെറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ലെറ്റർ ഡി എടുത്ത് നോക്കി. വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. അപ്പോൾ അത് വുഡിൽ ചെയ്തതാണ്. അതൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് വേണ്ട ചാർട്ട് എടുത്തു. ഞാനൊരു പർപ്പിൾ കളറാണ് എടുത്തത്. അവിടെ എല്ലാ ഷെയ്ഡ്സിലും ഉള്ള ചാർട്ടുണ്ട്. നല്ല രസമാണ് ആ ഒരു ഭാഗം കാണാൻ. എല്ലാ ലൈറ്റ് കളേഴ്സും ഉണ്ട്, ഡാർക്ക് കളേഴ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട ചാർട്ടൊക്കെ എടുത്ത് പിന്നെ ബില്ലടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ബില്ലടിച്ച് നമ്മൾ മുകളിൽ നോക്കിയപ്പോൾ അവിടെ ബുക്സ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് കയറിയതാണ്. പക്ഷേ അവിടെ ഞാൻ നോക്കിയ ബുക്സ് എല്ലാം അറബിയായിരുന്നു. അപ്പോൾ അതെനിക്ക് അത്ര അറിയാത്തത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പോയില്ല. ജസ്റ്റ് അവിടെ നോക്കി പിന്നെ നമ്മൾ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് പിന്നെ പോയത് ലുലുവിലോട്ടായിരുന്നു. അവിടുന്നും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു.
അപ്പോൾ ലുലു പോയി ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു പോയത്. അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് നോക്കാനുണ്ട്. അപ്പോൾ ഞാനും പോയി. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഡ്രസ്സ് ഞാൻ കണ്ടു. അതിനൊക്കെ നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ഡ്രസ്സ് മുന്നേ എടുത്തതുകൊണ്ട് ഞാൻ ആ സമയം എടുത്തില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു വൈറ്റ് ഷർട്ട്, പിന്നെ ഇപ്പോൾ കാണിച്ച ആ ഒരു ഡ്രസ്സ്, പിന്നെ ഈ ഒരു പർപ്പിൾ ജാക്കറ്റ് ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു. കുറേ സമയം ഞാനത് നോക്കി നിന്നു. പിന്നെ ഈ ഒരു പിങ്ക് ടീഷർട്ടും അടിപൊളിയാണ്. നല്ല വെറൈറ്റി. ഞാൻ 4 നോക്കുക, 4 കാണാൻ നല്ല വെറൈറ്റി. എനിക്ക് അങ്ങനത്തെ ആ ഒരു ഡ്രസ്സൊന്നും ഇല്ല, ലൈക്ക് ആ ഒരു മെറ്റീരിയൽ ആയാലും ഒക്കെ തന്നെ. അപ്പോൾ ഞാൻ നോക്കി, ബട്ട് ഇപ്പോൾ ഡ്രസ്സ് എടുത്തില്ല. ഇപ്പോൾ അമ്മയ്ക്ക് മാത്രമാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി കുറേ സമയം നടന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് അടിപൊളി ഡ്രസ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലൊരു ക്രോപ്പ് ടോപ്പ് മാതിരിയും പിന്നെ അതിൻ്റെ മുകളിൽ വലിയൊരു ജാക്കറ്റ്, നമ്മൾ വിൻ്ററിനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സ്. അപ്പോൾ അതിന് 70 ദിറംസ് അങ്ങാറ്റാണ് ഉണ്ടായത്. അപ്പോൾ അത് നോക്കി, പിന്നെ അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ചുറ്റിക്കറങ്ങി. ഞാൻ അമ്മയച്ഛൻ്റെ ഡ്രസ്സ് നോക്കുന്ന സമയം ഞാനങ്ങനെ കുറച്ച് സമയം ചുറ്റിക്കറങ്ങി. അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാനൊരു ചോക്ലേറ്റ് എടുത്തു. ആദ്യം എടുത്തത് കിറ്റ്കാറ്റാണ്, പിന്നെ അത് മാറ്റി ഞാൻ ഡയറി മിൽക്ക് എടുത്തു. പിന്നെ അവിടെ ആ ഒരു ബോക്സിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പൗച്ച് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിന് എത്രയാ, 9 ദിറംസ് ആയിരുന്നു ഉണ്ടായത്. ആ ഒരു പർപ്പിൾ കളറാണ് ഇതിനേക്കാളും ഭംഗി. പിന്നെ നമ്മൾ ഹായ് ഗൈസ്, അപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് ഞങ്ങൾ ലുലുവിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ വേറെ ആരെയും കണ്ടില്ല. ഇവളെ എന്നെയും കണ്ടു. ഞാനിവളെ ബാക്കിൽ നിന്ന് വന്ന് പേടിപ്പിച്ചു. അതാണിപ്പോൾ നടന്നത്. സബ്സ്ക്രൈബ് ഹർ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ ബൈ. ഇതെൻ്റെ ഫ്രണ്ട് ആൻഡ്രിയ. അപ്പോൾ നമ്മൾ ലുലുവിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടതാണ്. അങ്ങനെ കുറേ സമയം സംസാരിച്ച്, അച്ഛനും അമ്മയും ബില്ലടിക്കുന്ന സമയം അങ്ങനെ കുറേ സമയം സംസാരിച്ച്. പിന്നെ ഇവളെ മമ്മി പുറത്തുണ്ടെന്നാണോ. അപ്പോൾ ഞാൻ മമ്മീനെ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാനും അവളും മമ്മീനെ കാണാൻ വേണ്ടി പോയി. അതുപോലെ നമ്മളങ്ങ് കാഴ്ച വെച്ചു. ഗെറ്റ് ടുഗദർ. നമ്മളിവിടെ വന്നപ്പോൾ ഇവള് എവിടെ നിന്ന് എന്നെ തട്ടി ബാക്കിൽ വന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ ഞാനാണ് ഇത് കണ്ട് പരിചയമുള്ള മുടി, മുടിയുള്ള ഒരു പെൺകുട്ടി. അവന്തികയുടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. മമ്മി ആ ബ്ലൂ കാർ. അങ്ങനെ നമ്മൾ കുറേ സമയം സംസാരിച്ചു. പിന്നെ മമ്മീനെയൊക്കെ കണ്ടു.
പിന്നെ നമ്മൾ തിരിച്ച് അവൾ എന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് തന്നെ കൊണ്ടാക്കി ബൈ ബൈ ഒക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് നമ്മളും സാധനങ്ങളൊക്കെ മേടിച്ച് പോവാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.